അവിടെയുള്ള ആൾക്കാർ കാണും. അത് കാണണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തമ്പനയിലും ആ ടൈറ്റിലും ഇട്ടത്. അപ്പോൾ അത് ആൾക്കാരെ അവിടെയുള്ളവരെ വേദനിപ്പിച്ചു. അവിടെയുള്ള ആൾക്കാർ ഇവനെ ഏതോ ജെറുസലേമിൽ വെച്ച് ഏതോ പള്ളിയുടെ സമീപത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും അവിടെയുള്ള മലയാളീസ് പറഞ്ഞു ചെയ്ത് വളരെ മോശമായി പോയി, അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും ആ വീഡിയോ അതുപോലെ അവിടെ കിടക്കും. അതിന്റെ ടൈറ്റിൽ, അതിന്റെ തമ്പനയിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് കിടക്കുന്നത്. മാഹിൻ ഹിച്ചാക്കിംഗ് പുള്ളി ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ തംബ്ലൈൻ ഒരു ജൂയിഷ് ജട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേലിലെ ഒരു മാർക്കറ്റിൽ ജൂയിഷ് ജട്ടി ഇട്ട് അവർ വിൽക്കുന്നു. അവിടുത്തെ ഗവൺമെന്റിനോ അവിടുത്തെ ആൾക്കാർക്കോ പ്രശ്നമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മാഹിൻ ജൂയിഷ് ജട്ടി എന്ന് പറയുന്ന ഒരു തംബ്ലൈന് പോസ്റ്റ് ചെയ്തിട്ട് അത് വെച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തോ അജണ്ടയുടെ ഭാഗമായിട്ട് മാഹിൻ ഹിച്ചാക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഇത് സ്മാർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിലെ ഒരാൾ, അതായത് അദ്ദേഹം ഇസ്രായേലിലുള്ള ആൾ തന്നെയാണ്, അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, അവിടെ ജട്ടി കച്ചവടം അവർ നടത്തുന്ന ജട്ടി, അവിടെ തന്നെ ജൂയിഷ് എന്നും പറഞ്ഞ് ഐ ലവ് യു ജൂയിഷ് എന്നും പറഞ്ഞിട്ട് അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കുന്ന ജട്ടി, ആ ജട്ടിയുടെ വീഡിയോ എടുത്തു. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ തന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റ് തംബ്ലൈൻ പോസ്റ്റ് ചെയ്യണം. അതേപോലെ പുള്ളി ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് തംബ്ലൈൻ പോസ്റ്റ് ചെയ്തു. അത് എന്തോ വലിയ പ്രശ്നമാക്കി മാറ്റിയിരിക്കണം. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ, ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. ഇതാണ് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഇനി അടുത്ത അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, യുദ്ധത്തിൽ ആ യുദ്ധ സമയത്തൊക്കെ മരണപ്പെട്ട ഒരുപാട് പട്ടാൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ആദരാഞ്ജലികളോ അല്ലെങ്കിൽ ബ്രിങ് ബാക്ക് ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതിന്റെ വീഡിയോസ്, അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഈ മഹാൻ പറയുന്നത് മരിച്ചുപോയ ആരുടെയൊക്കെയോ ഫോട്ടോസ് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അവന് കൃത്യമായിട്ട് അറിയാം അത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ലെങ്കിൽ കാണാതായവരോ അല്ലെങ്കിൽ ഗാസയിലെ പാലസ്തീനിലെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് ആ സത്യം പറയാതെ വളരെ മോശമായിട്ട് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതായത് ഇദ്ദേഹം ആരോപിക്കുന്ന ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. താഴെ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. കാണുന്ന സ്ഥലത്ത് നമുക്ക് ധാരാളം നമ്മുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർ പല ആളുകളുടെയും ചിത്രങ്ങളും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കണ്ടില്ലേ, കുറേ പാവകൾ, ധാരാളം പാവകൾ കാണാൻ സാധിക്കും. അവരുടെ സുഹൃത്തുക്കളുടെയും അവരെ നഷ്ടപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളും ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇവർ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി വരും. അതിന്റെ മെഴുകുതിരിയും സംഭവങ്ങളൊക്കെയാണ് എല്ലാം ഇവരുടെ ഭാഷയിലാണ് കേട്ടോ. ഇതൊക്കെ IDF വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്. ആദ്യമായിട്ട് ഇസ്രായേലിൽ പോകുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഞാനോ നിങ്ങളായാലും ആരായാലും ഒരു ആദ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ ഒരു തടാകത്തിന്റെ തടാകത്തിൽ ഒരു വെള്ളം വന്ന സ്പോട്ട്, ആ സ്പോട്ടിൽ കുറെ പേരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും മരണപ്പെട്ടു പോയ ആൾക്കാർക്ക്. നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ, മരണപ്പെട്ടു പോകുന്ന ആൾക്കാർക്കാണല്ലോ ഫോട്ടോ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ച് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മാഹീൻ വിചാരിച്ച് കാണും ചിലപ്പോൾ മരണപ്പെട്ടു പോയ ആൾക്കാർ. ഇപ്പം അമേരിക്കയിൽ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഇതേപോലെ ഒരു സ്മാരകം പോലെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെയും ആൾക്കാരുടെ ഈ പറഞ്ഞ പേരും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ പുള്ളിക്ക് തോന്നിയിട്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞത്. അപ്പം മാഹീൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പുള്ളിയെ ഒരുപാട് ആൾക്കാർ സുഡാപ്പി എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ളത് കാര്യത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് മാഹീൻ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാം. ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ സുഡാപ്പി എന്നും, ഒരു ഹിന്ദു നാമധാരി അയാളുടെ നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതെല്ലാം നല്ല കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ അവനെ സംഘി എന്ന് മുദ്ര കുത്തുന്ന ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് ഇനിയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇത് സീരിയസ്ലി ഇത് എനിക്കും തോന്നിയ കാര്യമാണ്. ഇപ്പം ഞാൻ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ സുഡാപ്പിയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ നീ സുഡാപ്പിയല്ലടാ, നീ പിന്നെ അതിന് ക്രിസ്സംഖ്യല്ലടാ എന്നും പറഞ്ഞിട്ടും എനിക്കെതിരെ പോസ്റ്റുകൾ ഇതൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മേജറായിട്ട് ഈ പറഞ്ഞ മാഹീനെതിരെ വരുന്ന മറ്റൊരു ആരോപണം എന്ന് വെച്ചാൽ, ഞാൻ കണ്ട ഒരു സംഭവമാണ് ആ വീഡിയോ. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് താലിബാനെ അദ്ദേഹം വെള്ള പൂശാൻ ചില വീഡിയോയിൽ ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ട വീഡിയോ ആണ്. അത് റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ചിലയിടത്ത് പോയി നിന്നിട്ട് ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ സ്ത്രീകൾക്ക് ഇവിടെ പഠിക്കാനൊന്നും പറ്റൂല കേട്ടോ, അവരൊക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ താലിബാനുകളൊക്കെ നല്ല ആൾക്കാരാണ്. എന്നിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയിൽ ഇവിടെ അടി കൊണ്ട പാട്, അത് യാതോ താലിബാൻകാരെ വണ്ടിയിൽ വെച്ച് ഒരടി കവാലത്തിൽ മാഹീന് കൊടുത്തായിരുന്നു. ആ അടി കൊണ്ട പാടും വെച്ച് വീഡിയോ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ പുള്ളിക്കാരെ എനിക്ക് കുറച്ച് ഒരു 2-3 വർഷം മുമ്പേ ചെയ്തതാണ്. പുള്ളിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ, ഇനി അറിഞ്ഞുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിഞ്ഞുകൂടാ.
അപ്പം ആ ഒരു വീഡിയോയിൽ പുള്ളി കുറച്ചൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ നീ ഒരു സുഡാപ്പി കുഞ്ഞല്ലടാ, നീ സുഡാപ്പികളെ എന്താണ്, നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് നീ താലിബാനികളെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കണല്ലേ എന്നുള്ള ഒരു കമന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് പരമാവധി വ്യൂവേഴ്സ് പുള്ളിയുടെ നമ്മുടെ വീഡിയോസിൽ എത്തിക്കാൻ വേണ്ടി ചിലവർ അങ്ങനത്തെ തംബ്ലൈൻ അങ്ങനത്തെ രീതിയിൽ വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇട്ടതാണോ നമ്മുടെ. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പല യൂട്യൂബേഴ്സും നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എടുത്ത് പറയാം, പോകാൻ വേണ്ടി ഇപ്പോൾ സുഡാനിൽ ആയാലും അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനിലായാലും ഇറാനിൽ പോലത്തെ സ്ഥലങ്ങൾ, അങ്ങനെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു അതൊരു പ്രത്യേക ഗഡ്സ് തന്നെയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകും ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ മാഹിൻ എന്ന വ്യക്തി പറ്റി ഇപ്പോൾ CNN ചാനൽ പോലും ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാഹിൻ സുഡാനിലുണ്ടായിരുന്ന സമയത്ത് അവിടെ 10 ദിവസത്തോളം അവിടെ നടന്ന യുദ്ധത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതിന്റെ ബേസിൽ CNN പോലത്തെ ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ വന്ന ആളാണ്. അപ്പം ഇസ്രായേലിൽ അദ്ദേഹത്തിന്റെ വീഡിയോ വരും, പക്ഷേ ഇപ്പോഴൊന്നും അദ്ദേഹം പോസ്റ്റ് ചെയ്യില്ല എന്നാണ് അറിഞ്ഞത്. വീഡിയോസ് എല്ലാം എടുത്ത ശേഷം ഇസ്രായേലിൽ നിന്നും പുറത്ത് വന്ന ശേഷം മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ തോന്നുന്നു. കാരണം ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇസ്രായേൽ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ പുറത്തു വിടുള്ളൂ. ചുമ്മാ ഒന്നും പുറത്തുനിന്ന് ഔട്ടടിച്ച് ഇറങ്ങി വരാനോ അല്ലെങ്കിൽ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ വളരെ വലിയ മുസ്ലിം പേര് കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ. കാരണം അടുത്ത് കിടക്കുന്നത് പാലസ്തീനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിംസിനെതിരെയാണ് ഇവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യൻ നാഷണാലിറ്റി ആണെങ്കിൽ പോലും വലിയ രീതിയിൽ ചെക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊരു റിയാലിറ്റിയാണ്. നമുക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് റിയാലിറ്റിയാണ്. അവർ